2025 എത്ര പെട്ടെന്ന് കടന്നു പോയല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 5-10 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു? അന്ന് തൊട്ട് ഇന്ന് വരെ വർഷങ്ങൾ ഇന്നലെ കടന്നു പോയതുപോലെ തോന്നുന്നില്ലേ? ഇനി വരും വർഷങ്ങളും ഇങ്ങനെ തന്നെ ആയിരിക്കും. 5, 10, 15 വർഷങ്ങളൊക്കെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ കടന്നു പോകും. നിങ്ങളിപ്പോൾ ഒരു 2000, 2500, $3000 വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ കൊടുക്കുന്ന എമൗണ്ട് വേറൊരു വ്യക്തിയുടെ പ്രോപ്പർട്ടി പേ ഓഫ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത്. അതേസമയം ഒരു വീട് ഓൺ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഏകദേശം ഒരു 5 വർഷങ്ങൾ കൊണ്ട് ഒരു $80,000 അടുപ്പിച്ച് അവരുടെ പ്രിൻസിപ്പിൾ അവർക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്കൗണ്ടിലിടുന്ന ഒരു സേവിങ്സ് പോലെയാണ്. നിങ്ങൾ വീട് ഓൺ ചെയ്തതിന് ശേഷം ബാങ്ക് പറയുന്ന എമൗണ്ടിനേക്കാളും ഒരു അല്പം കൂടുതൽ നിങ്ങൾക്ക് മന്ത്ലി പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 15, 18, 20 വർഷങ്ങൾ കൊണ്ട് ഒരു വീട് പേ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. 18, 20 വർഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി ഒരു അടുത്ത സ്റ്റേജിലേക്ക്, അടുത്ത ഫേസിലേക്ക് കടന്നിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഒരു റിട്ടയർമെൻറ്റ് സ്റ്റേജിലേക്ക് കടന്നിരിക്കും. ആ സമയത്ത് നിങ്ങളുടെ വീട് പേ ഓഫ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2026 നിങ്ങളൊരു വീട് വാങ്ങി 2046 നിങ്ങൾക്ക് അത് വീട് പേ ഓഫ് ചെയ്യാനായിട്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ അന്നത്തെ സമയത്ത് നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകപ്പാടെ ചിലപ്പോൾ പ്രോപ്പർട്ടി ടാക്സും ഇൻഷുറൻസും മാത്രമായിരിക്കും. അതേസമയം അന്ന് നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നതിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് 2500 കൊടുക്കുന്ന സ്ഥലത്ത് അന്ന് ചിലപ്പോൾ 9,000, 10,000, 12,000 ആയിരിക്കും കൊടുക്കേണ്ടി വരിക. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, 2026 നമ്മളൊരു മാർക്കറ്റ് ഷിഫ്റ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കുക, തയ്യാറായിരിക്കുക. അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് പെട്ടെന്ന് പറ്റില്ല, അതിന് സമയമെടുക്കും, പല സ്റ്റെപ്പുകളുണ്ട്. നിങ്ങളിപ്പം ഏത് ഫൈനാൻഷ്യൽ സ്റ്റേജിലുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും എന്നെ കോൾ ചെയ്യുകയോ ടെക്സ്റ്റ് ചെയ്യുകയോ ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സമൃദ്ധമായ 2026 ആശംസിച്ചുകൊള്ളുന്നു. ഇത് നിങ്ങളുടെ സ്വന്തം റിയൽറ്റർ അലക്സ്. ലൈക്ക് ആൻഡ് ഫോളോ ഫോർ മോർ.